നമസ്കാരം. നക്ഷത്രാസ് വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനലിലൂടെ ഇൻവെസ്റ്റ്മെന്റ് അധികമൊന്നും ഇല്ലാതെ തന്നെ വീട്ടിൽ തുടങ്ങാൻ സാധിക്കുന്ന പല ബിസിനസ്സുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിരിക്കുകയാണെങ്കിൽ മുമ്പ് ചെയ്ത വീഡിയോസും ഇനി ചെയ്യുന്ന വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിലൂടെ ഒരുപാട് പ്രയോജനപ്രദമായ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ചും സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു കിടിലൻ ബിസിനസ് ഐഡിയ തന്നെയാണ്. നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് ചകിരിയും ചാരവും ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് നമ്മൾ സ്ക്രബ്ബറുകളിലേക്ക് വന്നു. പാത്രം കഴുകാൻ പല തരത്തിലുള്ള സ്ക്രബ്ബറുകൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. നോർമലി എല്ലാ വീടുകളിലും ഉപയോഗിക്കുന്ന ഗ്രീൻ കളറിലെ സ്ക്രബ്ബർ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്രബ്ബറുണ്ട്. പിന്നീട് മെറ്റൽ സ്ക്രബ്ബർ, കൂടുതൽ ഒത്തിരി ഭയങ്കരമായിട്ട് നമുക്ക് നന്നായിട്ട് തേച്ച് കഴുകേണ്ട പാത്രങ്ങളൊക്കെ ആണെങ്കിൽ മെറ്റൽ സ്ക്രബ്ബറൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിനുള്ള കുറേ ആരോഗ്യ പ്രശ്നങ്ങൾ പിന്നീട് നമ്മൾ കേൾക്കുകയുണ്ട്. അതുകൊണ്ട് ഒരുപാട് പേരും അത് ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒത്തിരി നാളായി മെറ്റൽ സ്ക്രബ്ബർ ഉപേക്ഷിച്ചിട്ട്. കാരണം എന്ന് വെച്ചാൽ പാത്രത്തിൻ്റെ ഇടയിലൊക്കെ ഇതിൻ്റെ ഈ അറ്റവും പൊടിയൊക്കെ കയറി ഇരുന്നിട്ട് അത് നമ്മുടെ ആഹാര സാധനത്തിനകത്തൊക്കെ വീഴാനായിട്ടൊക്കെ സാധ്യത കൂടുതലാണ്. ഒരുപാട് ഹോട്ടലുകളിൽ നിന്നൊക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ റിപ്പോർട്ട്സ് വന്നതായിട്ടൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. മാത്രമല്ല ഇതിനകത്ത് തന്നെ, ഈ മെറ്റൽ സ്ക്രബ്ബറിനകത്ത് തന്നെ ആഹാരത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കയറി ഇരുന്നിട്ട് വീണ്ടും പിറ്റേ ദിവസം നമ്മൾ അത് തന്നെയാണ് എടുത്ത് കഴിയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇഷ്യൂസ് വരാറുണ്ട്. അപ്പോൾ ഈ സ്ക്രബ്ബറുകൾ, ആരോഗ്യപ്രദമായ രീതിയിലുള്ള സ്ക്രബ്ബറുകൾ നമുക്ക് ആവശ്യമാണ് ഇന്ന് വിപണിയിൽ. അപ്പോൾ ഇത്തരം ഒരു സ്ക്രബ്ബറിനെ കുറിച്ചുള്ള സെർച്ചിങ്ങിലാണ് നമ്മൾ ഓൺലൈനിൽ ഒരു സാധനം കാണുന്നത്. ഈ മെറ്റലിൻ്റെ കവറിങ്ങോട് കൂടിയിട്ടുള്ള ക്ലോത്ത് ടൈപ്പിലിരിക്കുന്ന ഒരു സ്ക്രബ്ബറാണത്. പലരും കണ്ടിട്ടുണ്ടാവും, വീഡിയോയിൽ ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷേ സാധാരണ മാർക്കറ്റിൽ അത് അവൈലബിൾ അല്ല എന്നുള്ളതാണ്. നമ്മൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റി അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കടകളിൽ അന്വേഷിച്ചു, സൂപ്പർ മാർക്കറ്റുകളിൽ അന്വേഷിച്ചു, പല സ്ഥലങ്ങളിൽ യാത്ര പോകുമ്പോൾ ഓരോ കടകളിലും കയറുമ്പോൾ ഇത് ചോദിക്കാറുണ്ട്. പക്ഷേ ഒരിടത്തും ഈ ഒരു സ്ക്രബ്ബർ അവൈലബിൾ അല്ല. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പലരും വിചാരിക്കുന്നുണ്ടാവും, ഞങ്ങൾക്കിത് കടയിൽ നിന്നാണല്ലോ ഞങ്ങൾ വാങ്ങിച്ചത്, ഞങ്ങൾക്കിത് ലഭിച്ചല്ലോ, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ അങ്ങനെ ലഭിക്കുന്ന കടകൾ ഉണ്ടാവാം. പക്ഷേ വ്യാപകമായിട്ട് എല്ലാ കടകളിലും, ഇപ്പോൾ സാധാരണ ഈ ഗ്രീൻ കളർ സ്ക്രബ്ബർ എന്നൊക്കെ പറയുന്നത് ഏത് പെട്ടിക്കടയിൽ ചെന്നാലും നമുക്ക് കിട്ടുന്ന ഒരു അവസ്ഥയുണ്ട് ഇപ്പോൾ. പക്ഷേ ആ ഒരു തരത്തിൽ ഈ ഒരു സ്ക്രബ്ബർ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇന്നത്തെ ഒരു ബിസിനസ് ഐഡിയയും. നമ്മൾ ഇതിനി ഓൺലൈൻ വഴി മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ സെർച്ചിങ് നടത്തിയപ്പോഴത്തേക്കും ഓൺലൈൻ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 5 പീസ്, 10 പീസ്, 20 പീസ് അങ്ങനെയുള്ള പാക്കറ്റ്സിലാണ് ഇത് ലഭിക്കുന്നത്. 99 രൂപ മുതൽ 300 രൂപ വരെയാണ് ഇതിൻ്റെ വില കാണുന്നത്. ഇത് റീറ്റെയിലായിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോഴുള്ള വിലയാണ്. എന്നാൽ ഹോൾസെയിലായിട്ട് നമ്മൾ ഇത് വാങ്ങിക്കാൻ എന്താ ചെയ്യേണ്ടത്? അപ്പം നോർമലി നമ്മൾ എല്ലാ സാധനവും ഹോൾസെയിലായിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നോക്കുന്നത് ഇന്ത്യ മാർട്ടാണ്. അപ്പോൾ ഇന്ത്യ മാർട്ടിൽ ഇതിൻ്റെ വില എത്രയാണെന്ന് നോക്കിയപ്പോൾ ഒരു പീസിന് 1.5 രൂപ, 2 രൂപ, 3 രൂപ ആ ഒരു റേഞ്ചിലുള്ള പല ക്വാളിറ്റി അനുസരിച്ചിട്ടായിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ ഇത് ബൾക്കായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ തന്നെ ഇത് സെയിൽ ചെയ്യാനും സാധിക്കും. പോപ്പുലർ ആയിട്ടുള്ള ഓൺലൈൻ സൈറ്റുകളിലെല്ലാം ഈ സാധനം ലഭ്യമാണ്. എന്നാൽ നമ്മൾക്ക് കൂടുതലും ഇതിൻ്റെ വിപണന സാധ്യത വരുന്നത് നമ്മളിപ്പോൾ നോർമൽ മാർക്കറ്റിൽ ലഭ്യമല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്ത് നമ്മുടെ അടുത്തുള്ള കടകളിൽ ഇത് സപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഷോപ്പുകളിൽ പല സാധനങ്ങളും സപ്ലൈ ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു പ്രോഡക്റ്റും കൂടി സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ഒരു ശ്രമവും കൂടി നടത്തി നോക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഹോൾസെയിലായിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി പല തരത്തിലുണ്ട്. പെട്ടെന്ന് പോകുന്ന ടൈപ്പും ഉണ്ട്, കുറച്ച് നാൾ ഈട് നിൽക്കുന്ന ടൈപ്പും ഉണ്ട്. അപ്പോൾ ഈട് നിൽക്കുന്നതിന് കുറച്ചും കൂടി റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ 2-3 ക്വാളിറ്റി ഉള്ളത് നമ്മൾ ഓൺലൈൻ തന്നെ വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കി തന്നെ വാങ്ങിച്ച് ഇതേപോലെ നമുക്ക് ഷോപ്പുകളിൽ, നല്ല നല്ല ഷോപ്പുകളിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇതിൻ്റെ ലാഭം നമുക്ക് കിട്ടുന്നതാണ്. കാരണം ഇപ്പോൾ നമുക്കൊരു 3 രൂപയ്ക്ക് കിട്ടുന്ന സാധനമാണെങ്കിൽ തന്നെ 10 രൂപ, 5 രൂപയ്ക്കൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ഷോപ്പുകളിൽ. അപ്പം നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ലാഭം കിട്ടുന്നതാണ്. നമ്മളിത് ഹോൾസെയിലായിട്ട് ഇന്ത്യ മാർട്ടിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ 15,000 രൂപ മുതൽ 25,000 രൂപ വരെയൊക്കെ മുതൽ മുടക്കിയാൽ നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കാരണം നമുക്കൊരു 5,000 പീസൊക്കെയാണ് ഇതിൻ്റെ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി അവർ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പല കമ്പനീസിലും വേറെ വേറെയാണ് കേട്ടോ. 1000 പീസൊക്കെ കൊടുക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കമ്പനി കിട്ടിക്കഴിഞ്ഞാൽ അവരുമായിട്ടൊരു കോൺട്രാക്ട് വെച്ച് നമുക്ക് ഈ സാധനങ്ങൾ എടുക്കാവുന്നതാണ്. പിന്നെ ഇത് ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് മാത്രമായിട്ട് നമുക്ക് ഒരു ബിസിനസ് എന്നുള്ളത് അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം വാഷിംഗ് പൗഡർ, വാഷിംഗ് സോപ്പ് ഒക്കെ വീട്ടിൽ തന്നെ ഹോം മെയ്ഡ് ആയിട്ട് ചെയ്തിട്ട് സെയിൽ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഹോൾസെയിൽ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ കടകളിൽ വാഷിംഗ് സോപ്പും വാഷിംഗ് പൗഡറും ഒക്കെ സപ്ലൈ, ലിക്വിഡ് ടൈപ്പ് സോപ്പുകളൊക്കെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഈ ഒരു പ്രോഡക്റ്റ് അതിൻ്റെ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ, ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഡിഷ് വാഷ് ചെയ്തതിന് ശേഷം, പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം ഈ ഒരു ഉൽപ്പന്നം നമുക്ക് നന്നായിട്ട് കഴുകി ഉണക്കിയെടുക്കാൻ പറ്റുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സാധാരണ സ്ക്രബ്ബർ പോലെയല്ല. സാധാരണ സ്ക്രബ്ബർ നമ്മൾ കഴുകി വെച്ച് കഴിഞ്ഞാലും ഒരു വല്ലാത്തൊരു സ്മെല്ല് വരും, അല്ലെങ്കിൽ അതിനകത്ത് കൂടുതൽ കീടാണുക്കൾ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഇത് നമുക്ക് നന്നായിട്ട് കഴുകി ഉണക്കിയെടുക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ വളരെ വൃത്തിയായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഹോൾസെയിലായിട്ടൊക്കെ പല ഉൽപ്പന്നങ്ങളും എടുത്ത് കടകളിലൊക്കെ സപ്ലൈ ചെയ്യുന്ന ആളുകൾ ഈ ഒരു ഉൽപ്പന്നം കൂടി നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ
പ്രോഡക്റ്റിൻ്റെ കൂടെ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും നല്ല ലാഭം നേടാനായിട്ട് സാധിക്കുന്ന ഉൽപ്പന്നം തന്നെയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു ബിസിനസ് ഐഡിയയുമായിട്ട് വീണ്ടും കാണാം. ചാനൽ ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻസ് അത് തീർച്ചയായിട്ടും രേഖപ്പെടുത്താനായിട്ട് മറക്കരുതേ. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.